രുചിയോടെ ശ്രുതിയോണത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നി. ഐതിഹ്യം ഒന്നും അല്ല കേട്ടോ. പക്ഷെ പൊതുവെ നമുക്കൊരു ഫെസ്റ്റിവൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാം ഒത്തുകൂടാനുള്ള ഒരു അവസരമാണല്ലേ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് ഒന്ന് കാണാനും അവരോട് സംസാരിക്കാനും അവരുടെ ഒരു വർഷം കണ്ടിട്ടില്ലെങ്കിലും അത്രയും വർഷത്തെ ഒരു വിശേഷങ്ങൾ കേൾക്കാനും ഒക്കെ ഉള്ള ഒരു ഒരു സന്തോഷത്തിന്റെ ഒരു കൂട്ടായ്മയാണ് ഓണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഗസ്റ്റ് ആണ് ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. എന്താ പറയാ, എന്നെ എല്ലാവരും ഒട്ടുമിക്കവരും അറിയുന്നത് ചക്കപ്പഴത്തിലൂടെയാണ്. അപ്പൊ എന്റെ കൂടെ തന്നെ എന്റെ ഒപ്പം എൻ്റെ ഒരു നല്ല ഫ്രണ്ട് ആയിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. അതിനകത്ത് എന്നെ അപ്പച്ചി എന്നാണ് വിളിക്കുന്നതെങ്കിൽ കൂടി ഞങ്ങൾ ഭയങ്കര ചങ്ക് ബന്ധാണ്. ലക്ഷ്മി ഉണ്ണികൃഷ്ണനാണ് നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. പല്ലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും. പല്ലിയാണ് നമ്മളെ ഗസ്റ്റ് ഉള്ളത്. നമ്മുടെ കലവറയിൽ ആള് നിപ്പുണ്ട്. ഭയങ്കര അക്ഷമയാണ്, അറിയാലോ, കുറച്ച് ഹൈപ്പർ ആക്റ്റീവാ. സോ അതുകൊണ്ട് നമുക്ക് കലവറയിലേക്ക് പോവാം. വരും. എവിടെയായിരുന്നു ഉണ്ണി? നിന്നെ ലക്ഷ്മി എന്ന് വരുന്നില്ലടി വായല്. വരണ്ടത് പല്ലിയിൽ വിളിച്ചാ ഉള്ളിത്തിയലോ. അപ്പൊ നമ്മള് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പല്ലിക്കൊച്ചി ഇവിടെ ഉണ്ട്. നിന്നെ ലക്ഷ്മി എന്ന് വരുന്നില്ലടി വായല്. വരണ്ടത് പല്ലിയിൽ വിളിച്ചാൽ മതി. ഇപ്പൊ ഭയങ്കര ഡീസെന്റ് ആയിട്ട് നിൽക്കും. ഇത്ര നേരം അലമ്പായിരുന്നു. ഇനി നിനക്ക് ഇരിക്കട്ടെ ഒരു ഹാപ്പി ഓണം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവവും കാര്യങ്ങളും ഒക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളതിലേക്കൊക്കെ കടക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കും. എനിക്ക് തോന്നുന്നു ചക്കപ്പഴം നിർത്തിയെങ്കിൽ കൂടെ അതിന്റെ മുന്നേ തൊട്ട് കാണാതായ ഒരു വ്യക്തിയാണ്. നിന്നെ ഇപ്പൊ കുറെ നാൾക്ക് ശേഷമായിരിക്കും മനുഷ്യന്മാര് കാണണേ. എവിടെയായിരുന്നു ഉണ്ണി? കോളേജൊക്കെ കഴിഞ്ഞില്ലേ, ചെന്നൈയിലായിരുന്നു. അതാണ് നമുക്ക് ഇതിന്റെ ഇന്നത്തെ സെഗ്മെന്റിന് പറ്റിയ ഒരാളാണ്. ബാക്കി ആരെയും കൊണ്ടുവരാതെ ഇതിലേക്ക് പല്ലിനെ എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ ഇവിടെ തരാൻ പോകുന്നത്. നമുക്ക് ഷെഫ് ഉണ്ട് ഇവിടെ. എന്തായി? ഇവള് മറ്റേ അവിടെ ബേക്കിങ് ഇതുണ്ടാക്കാൻ പഠിച്ചു, അതുണ്ടാക്കാൻ പഠിച്ചു എന്നൊക്കെ പറയലുണ്ട്. ഈ പഠിച്ചതെല്ലാം ഇന്നത്തെ നമ്മളുടെ തനതായ നാടൻ ഉള്ളിത്തീയലിൽ കാണും. ഉള്ളിത്തീയലോ? എക്സ്പ്രഷനിലെ മനസ്സിലായി. നിന്നെ പിന്നെ എന്താണ് അവിടെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്? അല്ല, ഉള്ളിത്തീയല് നമ്മുടെ റെസിപ്പിയിൽ ഇല്ലല്ലോ. അതെ, ഷെഫായിട്ട് പഠിക്കുന്നതിലൊന്നും ഉള്ളിത്തീയലില്ല. പിന്നെ എന്താണ് ഉള്ളത് ഷെഫായിട്ട് പഠിക്കുന്നത്? നമ്മൾ ഇന്റർനാഷണൽ ആണേ നോക്കുന്നത്. കുട്ടിക്ക് ഇവിടെ ഒന്നും പറ്റില്ല. കുട്ടി ഇന്റർനാഷണലേ പഠിക്കുമെന്ന്. എന്നാൽ നമുക്ക് അത്ര ഇന്റർനാഷണൽ അല്ല. നമ്മൾ തനി നാടനാണ് ഉണ്ടാക്കുന്നത്. കാരണം ഓണത്തിന് ചില ഇടങ്ങളിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ഉള്ളിത്തീയല്. അത് കൂട്ടി കഴിക്കുമ്പോൾ ഉള്ളത് സുഖം. ഞാൻ അസിസ്റ്റ് ചെയ്യാം, കിലി ഉണ്ടാക്കിക്കോ. ശരി, അപ്പൊ നമുക്ക് ഇത് ഇട്ട് തുടങ്ങിയിട്ട്, കാരണം ഉള്ളിത്തീയലിന് ഒരുപാട് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കഥ ഇങ്ങനെ പറഞ്ഞ് ഇട്ടിട്ട് പരിപാടി തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് പുളി, നമ്മളുടെ വാളംപുളി എന്നാണ് ഞങ്ങളുടെ അവിടെ പറയാ. ഇപ്പൊ ഇതിന് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അടി ഒരെണ്ണം തന്നോട്ടെ, എടുത്തോട്ടെ. എന്റെ കണക്ക് തെറ്റി. ഓ എന്റെ അമ്മോ, എന്റെ നാക്കി വെള്ളം പറഞ്ഞു. വാളംപുളിക്കകത്ത് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചൊരു 15 മിനിറ്റ് വെക്കണം. അപ്പത്തേക്ക് നമ്മുടെ അരപ്പിന്റെ താകും. അപ്പൊ ഞാൻ ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒഴിക്കണം. ഇതൊക്കെ ചെന്ന് നിന്റെ സാറുമാരോട് പറഞ്ഞു കൊടുക്കണം. അല്ല, അത് 15 മിനിറ്റ് കഴിഞ്ഞ് ഞെരടിയാൽ മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം. ഐശ്വര്യമായിട്ട് കത്തിച്ചോ, കുറയ്ക്കണ്ട. ഇനി എണ്ണ ഒഴിക്കണം കുറച്ച്. എത്ര ഒഴിക്കണ്ടേ? കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മൾ തേങ്ങ വറുക്കാനായിട്ടാണ്. നമ്മൾ ഉള്ളിത്തീയലിന്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അതിന്റെ അരപ്പാണ്. അതിന് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് എണ്ണ ചൂടാക്കി. ഓക്കെ, അപ്പൊ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് നമ്മൾ തേങ്ങ, കരുവേപ്പില, പിന്നെ കുറച്ച് അതിന്റെ ഒരു കൂട്ടു മസാല ഉണ്ട്. അത് ഞാൻ പോകെ പറഞ്ഞുതരാം. അതെല്ലാം കൂടെ നമ്മൾ വഴറ്റി അത് അരപ്പാക്കണം. അതൊരു ജോലിയാണ്. കാരണം ഈ തേങ്ങ നല്ല ബ്രൗൺ കളറി വരണം. അതുവരെ ഇളക്കി കളിക്കണം. ഇത് ആരിളക്കും? കിളിയല്ല, വലിയ ഇളക്കും. ശരി, അപ്പം നമുക്ക് ഇനി ലക്ഷ്മി ഉണ്ണികൃഷ്ണന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. പല്ലവി എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. അതിനകത്തും കോളേജിൽ പഠിക്കാനാണ് പോയത്, അല്ലാതെ ശരിക്കും കോളേജിൽ പഠിക്കാനാണ് പോയത്. എന്തൊക്കെയാണ് ഇപ്പൊ പരിപാടി? ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചെന്ന് അറിഞ്ഞല്ലോ.
ലൈസൻസ് ഒക്കെ കിട്ടി. ഇവിടെ ഇന്ന് പരിപാടിക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്. എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് പഠിക്കാനുള്ള ചേതോവികാരം എന്തായിരുന്നു? എല്ലാരും ഡ്രൈവിംഗ് പഠിക്കുന്നതല്ലേ, അതുകൊണ്ട് കോളേജ് സമയത്ത് പറ്റിയില്ല, അതുകൊണ്ട് ഇപ്പൊ പഠിച്ചു. എന്നിട്ട് ആദ്യം ഓടിച്ച് എവിടെയൊക്കെ കൊണ്ട് ഇടിച്ചു നീ? ഞാൻ ഇടിച്ചില്ല. എന്നിട്ട് അല്ലാതെ തന്നെ പഠിച്ചു. ലൈസൻസ് എങ്ങനെ കിട്ടിയത് നിനക്ക്? സത്യം പറ, നീ ആ വന്ന പുള്ളീനെ കണ്ണടിച്ച് കാണിച്ചില്ലേ? ഇവിടെ സ്വഭാവത്തിനത് ചെയ്യും ഗൈസ്, അല്ല എനിക്ക് യാതൊരു സംശയമില്ല. സത്യം പറഞ്ഞേ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ വണ്ടി ഇങ്ങനെ പോവുകയാണ്, അപ്പൊ നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിയണം. അപ്പൊ നീ ഹാൻഡ് സിഗ്നൽ എങ്ങനെ കാണിക്കും? ലെഫ്റ്റിലേക്ക് തിരിയണോ? ആ, വണ്ടി ലെഫ്റ്റിലേക്ക് എടുക്കണം. ഇൻഡിക്കേറ്റർ ഇതൊന്നും നീ നിനക്ക് ലേണേഴ്സിന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല? ഈ കൈ ഇല്ല, ലേണേഴ്സിന് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇവളുടെ കണ്ടിയുടെ മുമ്പിൽ ഒറ്റ മനുഷ്യൻ ചാടരുത്. ഇവളുടെ ഏതോ ഉടായ്പ ലൈസൻസ്. എടി വണ്ടി പോകുന്നു, വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം നിനക്ക് ലെഫ്റ്റിലേക്ക് തിരിയണം. നിന്റെ വണ്ടിക്ക് ഇൻഡിക്കേറ്റർ ഇല്ല, നിന്റെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ അടിച്ചു പോയി. നീ ലെഫ്റ്റിലേക്ക് സിഗ്നൽ എങ്ങനെ കൈകൊണ്ട് കാണിക്കും? ഇങ്ങനെ കാണിച്ചാൽ നീ അപ്പുറത്തിരിക്കുന്നവനെ കാണിക്കോ? വണ്ടിക്കകത്ത് എവിടെയാടി നിന്റെ അപ്പുറത്തെ ജനൽ വരെ നീ പോയി എങ്ങനെ കാണിക്കും? എന്റെ കിളി ഇപ്പോഴൊന്നും സംശയം ചോദിക്കല്ലേ, എന്റെ ഉള്ള ലൈസൻസ് ഇത് ആർക്കെങ്കിലും അറിയാമെങ്കിലും കമന്റ് ചെയ്യാം കേട്ടോ. ശരി, നമ്മുടെ എണ്ണ ചൂടായി, നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അത് ഇടാൻ അറിയാമോ? ഷെഫിന് പഠിച്ചിട്ട് തേങ്ങ ഇടാൻ അറിയാമോ നിനക്ക്? നമുക്ക് ഉള്ളിത്തീയലിന് നന്നായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് തേങ്ങയാണ്. ഇപ്പൊ നമ്മൾ ഒരാൾക്കുള്ള പോർഷനാണ് ഉണ്ടാക്കുന്നത്, അപ്പൊ കുറച്ച് തേങ്ങയുള്ളൂ. പക്ഷെ തേങ്ങ എത്രയും അധികം ഉള്ളോ അത്രയും നല്ല ടേസ്റ്റ് തീയലിന് കൂടിക്കൊണ്ടിരിക്കും. ഉള്ളിയും, ഇത് രണ്ടുമാണ് ഏറ്റവും അധികം വേണ്ട ഇൻഗ്രീഡിയൻസ്. എണ്ണ കുറച്ചുകൂടി ഒഴിക്കണോ? വേണ്ട, അത് തേങ്ങയിലെ എണ്ണ ഉണ്ടാവും. ഇനി ഇളക്കലോടെ ഇളക്കൽ. അല്ല, ഈ ജോലിക്ക് പോയപ്പോ പ്രേതത്തിനെ പേടിയാന്ന് പറയുന്നത് കേട്ടല്ലോ. കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ട്. നീ പറ, നിനക്ക് എന്താണ് പ്രേതത്തിനെ പേടി? എനിക്ക് പ്രേതത്തിനെ ഒന്നും പേടിയില്ല, എനിക്ക് തനിയെ നിൽക്കാൻ ഒരു പേടിയായി. ഓ, അത്രേ ഉള്ളൂ. തനിയെ അല്ല, പ്രേതത്തിനെ പേടിയില്ല. രാത്രി വേറെ ആരോ ചെവിയിൽ ഇങ്ങനെ വന്ന് മൂളുന്ന പോലെ കേട്ടില്ല? അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഫുള്ള് ലൈറ്റ് ഓൺ ചെയ്തിട്ട് കിടന്നു. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി മിക്കവർക്കും ഉണ്ടല്ലേ ലൈറ്റ് ഇങ്ങനെ ഓൺ ചെയ്യാതെ കിടക്കില്ല. എനിക്കാണ് ലൈറ്റിന് ഒരു വെട്ടം പോലും കാണരുത്. അങ്ങനെ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, വീട്ടിലാണെങ്കിൽ ഒറ്റ ലൈറ്റ് പോലും ഇല്ലാത്തതാണ് സുഖം. പക്ഷെ അവിടെ ഒരു അത് മാത്രല്ല, ഫസ്റ്റ് ഡേ വന്ന് കിടന്നപ്പോഴേ ആദ്യം ഞാൻ പ്രാർത്ഥിച്ചത്, ദൈവമേ കറണ്ട് പോലെ കറണ്ട് പോയില്ല, തക്കത്തിന് കറണ്ടും പോയി. അത് രാത്രി 3 മണിക്ക്. എന്റെ പൊന്നോ. ശരി, ഇരിക്കട്ടെ. വേറെ ഇനി നമുക്ക് കുറച്ച് ചക്കപ്പഴം വിശേഷം ചോദിക്കാം. ചക്കപ്പഴത്തില് ഫസ്റ്റ് വന്നപ്പം നമ്മളെ ആരെ അറിയാൻ പാടില്ലായിരുന്നു. ഈ ഫസ്റ്റ് കമ്പനി ആവുന്ന ആരോടാ ചക്കപ്പഴത്തില്? അവിടെ ആരെങ്കിലും ഫോട്ടോ ഉണ്ടോ നോക്കിയോ? ഫസ്റ്റ് എനിക്ക് ആമീനെ നേരത്തെ അറിയായിരുന്നു. ഇവള് ആക്ച്വലി ചക്കപ്പഴം അല്ല ഫസ്റ്റ് ചെയ്യുന്നത്. ഉണ്ണിസാറാണ് ഡയറക്ട് ചെയ്ത ഒരു ഭയങ്കര വീട് സൂര്യ ടിവിയിൽ, അതിലാണ് ഫസ്റ്റ് അഭിനയിക്കുന്നത്. അതിനകത്ത് ആമിയും ഉണ്ടായിരുന്നു. അതെ, ആമീനെയാണ് ആദ്യം എനിക്ക് പരിചയമുള്ളത്. പിന്നെ ഞാൻ കമ്പനി ആയത് കിളിയുടെ അടുത്തൊക്കെ പതിയെ വന്ന് സംസാരിച്ചു. ഏറ്റവും ലാസ്റ്റ് കമ്പനി അതാ ഞാൻ, നിനക്ക് ഓർമ്മയുണ്ട്? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ഏറ്റവും ലാസ്റ്റ് ആണ് പല്ലി ഞാനായിട്ട് കമ്പനി ആവണ. ബിക്കോസ് ഞാൻ പൊതുവെ ഞാൻ റൂഡല്ല, പക്ഷെ എന്നെ കണ്ടാൽ അങ്ങനെ ഒരു ആംബിവേർട്ട് ടൈപ്പാ, പെട്ടെന്ന് ഒന്നും മിണ്ടത്തില്ല. എനിക്ക് ഞാൻ എന്നെ കാണുമ്പോ എല്ലാരും വിചാരിക്കും ഞാൻ സംസാരിക്കും. ഞാൻ സംസാരിക്കും, അവർക്കൊരു ഓക്വേർഡ് ആയിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് തോന്നരുതല്ലോ എന്ന് വെച്ച് സംസാരിക്കും. പക്ഷെ പൊതുവെ ഞാൻ കമ്പനി ആവാൻ ഭയങ്കര സ്ലോ ആണ്. അപ്പം സെറ്റിൽ ചെന്നപ്പോ നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ അവരോട് ആരോടും. നമുക്ക് സ്ക്രിപ്റ്റ് പറയുന്നു, നമ്മൾ പഠിക്കുന്നു, നമ്മൾ പൊന്നു പോയി കിടന്ന് ഉറങ്ങുന്നു. അത് തന്നെയായിരുന്നു പരിപാടി. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് പല്ലി എനിക്ക് തോന്നുന്നു എല്ലാരോടും, അച്ചേച്ചിനോട്, ശ്രീകുമാരേട്ടനോട്, റാഫിനോട്. ശ്രീകുമാരേട്ടനെ അറിയായിരുന്നു നേരത്തെ. ശ്രീകുമാരേട്ടനെ അറിയായിരുന്നു നേരത്തെ. എല്ലാവരുടെയും കമ്പനി കഴിഞ്ഞിട്ടാണ് ഏറ്റവും ലാസ്റ്റ് കമ്പനി ആവുന്നതാണ് എന്റെ അടുക്കല്. എന്നിട്ട് ലാസ്റ്റ് ചീത്തപ്പേര് മൊത്തം ലാസ്റ്റ് വന്നതോ ഞങ്ങൾക്ക് ഉറങ്ങുന്നതിന്. കിളിക്കായിരുന്നു ഉറക്കം പൈങ്കിനുള്ള പേര്. പക്ഷെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ഉറക്കം പൈങ്കിളി എന്ന് വിളിക്കുന്നെങ്കിലും ഞാൻ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഇടയ്ക്ക് എന്റെ MA ലാസ്റ്റ് പേപ്പർ എഴുതി കംപ്ലീറ്റ് ചെയ്തു, നല്ല മാർക്കോടെ പാസ്സായി. അതിന്റെ ഇടയ്ക്ക് ഞാൻ പല പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പെണ്ണാണ് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഏതെങ്കിലും സൈഡിൽ ഒരു ചാക്കുകെട്ട് പോലെ തോന്നി, അത് ചാക്കുകെട്ടല്ല, പല്ലിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഉറക്കം ആരോഗ്യത്തിന് നല്ലതാണ്. അതെ അതെ.
തീർച്ചയായിട്ടും. എന്നിട്ട് നിന്റെ സൗന്ദര്യ സംരക്ഷണം ഇവള് ഇഷ്ടം പോലെ സാധനം സ്വന്തമായിട്ട് ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സോപ്പൊക്കെ തന്നായിരുന്നു. ഈ സോപ്പ് പക്ഷെ അടിപൊളി സോപ്പായിരുന്നു. രണ്ടാമത് ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് സോപ്പ് കിട്ടിയില്ല. അപ്പത്തേക്ക് അവളുടെ മൂഡ് പോയി. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പുതിയ പുതിയ ക്രിയേറ്റീവിലേക്ക് എത്തുന്നത്? യൂട്യൂബ്. എന്തൊക്കെ നീ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്? ഞാൻ അന്നത്തോടെ നിർത്തി. അല്ല എന്നാലും പറ, നീ എന്തൊക്കെ പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആൾക്കാരും കൂടെ അറിയട്ടെ നിനക്ക് ഇത്രയും കഴിവുണ്ടെന്ന്. ഇല്ല, സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോപ്പ് പല രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഇതൊക്കെ തന്നെ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നല്ല, ഇവള് സോപ്പ്, പിന്നെ എന്തോ തൈലോ, മുഖത്ത് തേക്കാനുള്ള തൈലം, ഭയങ്കര സൗന്ദര്യ സംരക്ഷണമാണ് കേട്ടോ. ഈ സൗന്ദര്യം കാണാനില്ല, എല്ലാം കുരു. സത്യം എന്നുവെച്ചാ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ടൈം ഇതിനൊക്കെ വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യണ ഒരാളാണ് നീ. ഇതിനെപ്പറ്റി ഭയങ്കര റിസർച്ച് ചെയ്ത് ഇതിന് യൂസ് ചെയ്ത എല്ലാത്തിനെയും പറ്റി അറിയാം. ഇത് യൂസ് ചെയ്താൽ ഇതിന് സംഭവിക്കും, ഇത് യൂസ് ചെയ്താൽ ഇതിന് സംഭവിക്കും. പക്ഷെ ഒരു മാങ്ങാത്തുള്ളി അവിടെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതെല്ലാം ഈ അപ്പോഴത്തെ ഒരു മൂച്ച് മാത്രമേ ഉള്ളൂ. എങ്ങനെ സാധിക്കുന്നു ഇത്? അല്ല, അതിപ്പോ എനിക്ക് കുരു കൂടുതലായിരുന്നല്ലോ ഈ ചക്കപ്പഴ തുടങ്ങിയ സമയത്ത്. തുടങ്ങിയ സമയത്ത് ഇവിടെ കവിള് മൊത്തം കുരുവായിരുന്നു. അപ്പോഴും ഞാൻ ആശ്വസിപ്പിക്കുകയായിരുന്നു, സായി പല്ലവിന്റെ പോലെയെന്നും പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സീനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സായി പല്ലവി പോലെ. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു, കുരു ഭയങ്കര കൂടുതലായിട്ട്. പക്ഷെ ടി വി കാണുമ്പോ അത്രയ്ക്ക് വൃത്തിയായിട്ട് തോന്നത്തില്ല. അല്ല, ഞാനൊരു സീരിയസ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ചോദിക്കാം. അങ്ങനെ നമ്മൾക്ക് ഒരു ഇൻസെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. അന്ന് എനിക്ക് 18 വയസ്സ് 17 വയസ്സ് ആ സമയത്ത്. ഇപ്പൊ കളവിയായി. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ വന്ന പോട്ടെ. എക്സാക്ട്ലി. പല്ലിയുടെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ പല്ലിയുടെ ഇന്നോവേറ്റീവ് കഥകൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതവിടെ നിൽക്കട്ടെ. നമ്മളുടെ തേങ്ങ ഇവിടെ ബ്രൗൺ കളറായി. ഇനി മോളൊന്ന് ഇളക്ക്, കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കണം. അല്ലെ ഞാൻ ഇളക്കാം. കരിവേപ്പില ഇങ്ങനെ ഒരു ഇത്തിരി ഇട്ടാൽ മതിയെ, ഒരു നുള്ള് ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിട്ട്. ഓക്കെ, കരിവേപ്പില ഇട്ട് ഇതിപ്പോ നമ്മൾ സിമ്മിലാക്കി ഇനി ഇളക്കാം. എന്തായാലും എന്റെ ഒരു യോഗം ഷെഫിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. എന്നിട്ട് കേക്കട്ടെ, കോളേജിൽ പോയിട്ട് പ്രേമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട്. നീ പറ. പല്ലിക്ക് പ്രേമമില്ല, പല്ലി സിംഗിൾ ആണ് ഗൈസ്. നമുക്ക് പല്ലിനെ കൊണ്ടേ ഡയലോഗ് ഉറപ്പിക്കാം കേട്ടോ. വൻ കോമഡിയാണ് അതിനകത്ത് കാണിക്കുന്ന അബദ്ധം. അത് അതിനുവേണ്ടി കാണിക്കുന്നതല്ല. ഈ പെണ്ണിന് മലയാളം മര്യാദയ്ക്ക് പറയാൻ അറിയത്തില്ല. ഒരു സെന്റൻസിൽ അവൾ എത്ര ഇറർ വരുത്താൻ പറ്റുമോ അത്ര ഇറർ വരുത്തും. അതെന്താ അങ്ങനെ? നിനക്ക് എന്തെങ്കിലും അതങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണോ അതോ ശരിക്കും നീ? അതെ, മനഃപൂർവ്വം ഞാൻ തെറ്റിക്കുമല്ലോ. ഡയലോഗ് പഠിച്ചിട്ട് മനഃപൂർവ്വം ഞാൻ തെറ്റിക്കുമല്ലോ. ഡയലോഗ് പഠിച്ചിട്ട് തെറ്റിക്കുന്നല്ല, ആ നാക്ക് കുരുങ്ങുന്നത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇത് എങ്ങനെയാ നിനക്ക് പറ്റണെന്ന്. അതവിടെ നിക്കട്ടെ. നമ്മൾ ഇതായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി. മല്ലിപ്പൊടി ഒരു ചൂടുവെള്ളം എടുക്കട്ടെ. മല്ലിപ്പൊടി കുറച്ച്, മുളക് പൊടി. ഇനി ഇളക്കിക്കോ. ഇനി ഇളക്കാനും ഞാൻ തന്നെ വരുവായിരിക്കും. മഞ്ഞപ്പൊടി വേണ്ടേ? മഞ്ഞപ്പൊടി ഇതിനകത്ത് വേണ്ട, ഇത് അരപ്പ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇവിടെ ഒന്നും ഇല്ലാതെ ചെന്നൈ പോയി പഠിച്ചത് എന്തിനാണ്? കുറച്ചും കൂടി നല്ല ഹോട്ടൽ മാനേജ്മെന്റ് ആയിരുന്നല്ലോ പഠിച്ചത്. അപ്പൊ നല്ല ഒരു കോളേജ്. ഈ ഹോട്ടൽ മാനേജ്മെന്റ് എടുക്കാൻ ഇവള് തുനിഞ്ഞതിന് പുറകിൽ ഒരു കഥയുണ്ട്. അത് വേറൊരു പരീക്ഷണ കഥയാണ്. എന്തുകൊണ്ടാണ് താങ്കൾ ഹോട്ടൽ മാനേജ്മെന്റ്? ഇപ്പൊ ഒരുപാട് പിള്ളേര് കരിയർ ഇപ്പൊ +2 ഒക്കെ കഴിഞ്ഞിട്ട് അടുത്തത് എന്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരോട് എന്താണ് ഹോട്ടൽ മാനേജ്മെന്റ്, എന്തിനാണ് അത് എടുക്കുന്നത്, എന്തൊക്കെയാണ് അതിനൊരു സ്കോപ്പ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്ന് പറയും. ഹോട്ടൽ മാനേജ്മെന്റിൽ നോർമലി എല്ലാരും എടുക്കുന്നത് ഷെഫ് ആവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അതാണ് നമ്മള് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെയിനില്. പക്ഷെ ഹോട്ടൽ മാനേജ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഹോട്ടലിന്റെ ഫുൾ എന്താ പറയാ ഇതും പഠിക്കും. അതായത് A to Z എന്താണോ അതെല്ലാം പഠിക്കും. മാർക്കറ്റിംഗും വരെ പഠിക്കും, ഫിനാൻസും മാർക്കറ്റിംഗും. പിന്നെ ഇതില്ലേ ഷെഫ്, ഇത് കിച്ചൺ മാത്രല്ല, നമുക്ക് റിസപ്ഷന്, ഹൗസ് കീപ്പിംഗ്, സർവീസ് ഇതെല്ലാം ഉണ്ട്, ഉൾപ്പെടുത്തുന്നതാണ് ഹോട്ടൽ മാനേജ്മെന്റ്. അപ്പൊ അതെല്ലാം അറിഞ്ഞിട്ട് പോവാ. മറ്റേ ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, ബെഡ് മേക്കിംഗ് ഒക്കെ. അത് ഹൗസ് കീപ്പിംഗിൽ വരുന്നത് ബെഡ് മേക്കിംഗ്. അപ്പം നമുക്ക് പല സാധ്യതകൾ ഇതിനകത്ത് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി വർക്ക് ചെയ്തത് ഈവന്റ് മാനേജ്മെന്റിലാണ് വർക്ക് ചെയ്തത്.
അപ്പം എല്ലാ തരം ഉള്ള മാനേജ്മെന്റ് സ്കിൽസും ആണ് അവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ ഭയങ്കര ഡിസിപ്ലിൻഡ് ഇൻ ദ സെൻസ് ഗ്രൂംഡ് ആകും. എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എങ്ങനത്തെ രീതിയിൽ പോകണമെന്നുള്ളത് ശരിക്കും അറിയാൻ പറ്റും. കാരണം അവരാദ്യമേ ഹോട്ടൽ മാനേജർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ റിസപ്ഷനിസ്റ്റ് ഒക്കെ നിൽക്കുന്നത് നല്ല രീതിയിൽ ഒരുങ്ങി. നിനക്ക് എങ്ങനെ സാധിക്കുന്നു അതൊക്കെ? അപ്പം ഇവിടെ മറ്റേ പ്രേതം പോലെ വലിച്ചു വാരിയിട്ടൊക്കെയാ നടക്കുന്നത്. ഇവൾ എങ്ങനെ ഗ്രൂംഡ് ആയോ? ഹോട്ടലിൽ പോകേണ്ട ആവശ്യമില്ല, ക്ലീൻ എടുത്തല്ലോ ഒന്ന്. നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്, അരപ്പിനുള്ളത്. ഇത് ഇനി നമുക്ക് അരച്ചിട്ട് വരണം. അത് അപ്പത്തേക്കും അരച്ച് മാറ്റി വെക്കാം. കാരണം നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഉള്ളിത്തീയൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 2-3 സെക്ഷൻ ആയിട്ടൊക്കെയാ ചെയ്യേണ്ടി വരാം. അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഓക്കെ. സോ നമ്മള് അരപ്പരച്ചിട്ട് വന്നു. ഇനി നീ ചോദിക്കരുത് അതെന്താ കാണിക്കാഞ്ഞെന്ന്. എന്റെ ചെറിയ കിച്ചണാണ്. എന്റെ വലിയൊരു കിച്ചണായിട്ട് ഇനി അടുത്ത വർഷം ഞാൻ വിപുലീകരിക്കുമ്പോഴത്തേക്കും അരപ്പരയ്ക്കാനുള്ള സെറ്റപ്പും കൂടെ ഞാൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇപ്പൊ നമുക്ക് വീണ്ടും ഉരുളി ചൂടായിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ മെയിൻ ഉള്ളി വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ആദ്യം എണ്ണ ഒഴിക്കണം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് ഇങ്ങനെ വെച്ചാൽ ഒരുപാട് എണ്ണ വരും, ഇങ്ങനെ വെച്ചാൽ കുറച്ച് വരുള്ളൂ. ഇങ്ങനെ വെച്ചാൽ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. നമ്മളോട് പറഞ്ഞു കൊടുക്കാനിരുന്ന എന്നെ വേണം പറയാൻ. ശരി, അതെല്ലാം ഇരിക്കട്ടെ, നമ്മളെല്ലാ കഥയും പറഞ്ഞു. പക്ഷെ ഓണത്തിന്റെ എപ്പിസോഡാണിത്, ഓണവിശേഷം മാത്രം പറഞ്ഞില്ല. താങ്കൾ പറയൂ, താങ്കളുടെ ഓണവിശേഷങ്ങളൊക്കെ എന്താണെന്ന് പറയും. എനിക്ക് ഓണവിശേഷം ഇപ്രാവശ്യം മറ്റേ വയനാടിന്റെ ഒരു പ്രശ്നം കാരണം ഓണം ഇല്ലാന്നാണല്ലോ. അതുകൊണ്ട് എന്താ പറയാ, പ്രത്യേകിച്ച് അങ്ങനെ വിശേഷമൊന്നുമില്ല ഈ വർഷം. എന്നാലും കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. കഴിഞ്ഞ വർഷം കിളിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മുടെ ചക്കപ്പഴത്തിന്റെ ഓണം ഇല്ലേ? ഓഹ് എന്റെ പൊന്നെ, വിഷയം വരുന്നു. എന്താ, എനിക്ക് കോളേജിൽ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഞാൻ കാരണം കുറച്ച് അതായത് തമ്പുരാട്ടി എഴുന്നള്ളാതെ അവിടെ ഓണം നടക്കത്തില്ല. ഇവള് വരാൻ വേണ്ടിട്ട് ട്രെയിന് ഡിലേ, അങ്ങനെ ഇതായി കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഒരുങ്ങി ഫോട്ടോയും കഴിഞ്ഞു. സീൻ എടുക്കാനുള്ളത് നമ്മൾ ഈ ഫോട്ടോ എടുത്ത് ബാക്കി സീനും കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാം. ഇവള് വന്ന് ഇവള് പിന്നെ മേക്കപ്പ് ചെയ്ത് ഒരുങ്ങി ഒക്കെ കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഓണമായിരുന്നു ചക്കപ്പഴത്തിലെ ഓണം കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഓണം ഭയങ്കര രസമായിരുന്നു അല്ലെ? ചക്കപ്പഴത്തിൽ എല്ലാരും കൂടെ ഒരുമിച്ച് പൂവൊക്കെ ഇടുന്നതും. ആ ഫസ്റ്റ് ഓണമാണ് ഭയങ്കര അടിപൊളി ഓണം. പാമ്പിന് മറ്റേ ഇത് കിളി എന്താ പേരെന്തായിരുന്നു? ഇഗ്വാന. എനിക്ക് ഒരു കാലത്ത് ഞാൻ ചക്കപ്പഴത്തിലെ മറക്കാത്ത ഒരു ഓണം അതാണ്. ഇഗ്വാനെ കൊണ്ട് എന്റെ വീട്ടിലിരുത്തിട്ട് എന്റെ പൊന്നെ ഞാൻ വിളിക്കാൻ ഇനി ദൈവങ്ങളൊന്നും ബാക്കിയില്ല. അല്ല, ഞാൻ ആദ്യമേ ഉണ്ണിസാറിനോട് പറഞ്ഞു ഏത് ആനിമൽ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഇഗ്വാനെ മാത്രം തരരുതെന്ന്. അവിടെയാണ് ഞാൻ ചെയ്ത തെറ്റ്, ഞാനത് പറയരുതായിരുന്നു. അത് കഴിഞ്ഞപ്പോ സീൻ വന്നപ്പോഴത്തേക്കും കിളി കിടന്നുറങ്ങുന്നു, കിളിയുടെ അടുത്ത് ഇഗ്വാന. ഞാനപ്പോ ഇങ്ങനെ ആ അമ്മച്ചി. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നപ്പോ നിനക്ക് ഓർമ്മയുണ്ട് ആ പുള്ളി മോട്ടിവേഷൻ തന്നത്? പുള്ളി എന്നോട് പറയാ കുഴപ്പമൊന്നുമില്ല, ഇഗ്വാനെ അങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ല, വാല് കറക്കി അടിക്കും, വാലിന് മറ്റേ വടിവാള് പോലെയാണ്. ഇതിന് കൊണ്ടുവന്ന ആൾക്കാരല്ലേ എന്റെ അമ്മ. അപ്പത്തേക്ക് എന്റെ ജീവനൊക്കെ മേളിലെത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സദ്യ കഴിക്കുന്ന സീനിന് താഴെ പാമ്പ്, മറ്റേ പട്ടീനെ പൂച്ചേനെയൊക്കെ സൈഡിൽ സദ്യ കൊടുത്ത് ഞങ്ങൾ കുഞ്ഞിനെ അങ്ങനെ കൊടുക്കുന്നു. ഇതൊക്കെ ഇവളുടെ അച്ഛന്റെ ഐഡിയ ആയിരുന്നു കേട്ടോ. പക്ഷെ ഗംഭീര ഐഡിയ ആയിരുന്നു അത്. പക്ഷെ ഒരു കാലത്തും മറക്കാത്ത ഓണമാണ്. ഇതിപ്പോ എന്റെ ഓണവിശേഷമല്ല പറയാൻ വന്നത്, നിന്റെ ഓണവിശേഷമാണ് പറയാൻ വന്നത്. അതുപോലെ നേരത്തെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഓണവിശേഷം, അതാണ് ഞാൻ പറയാൻ വന്നത്. എനിക്ക് ഓണം എന്നൊക്കെ പറയുമ്പോ സ്കൂൾ ടൈമിൽ ഓർമ്മകളൊക്കെയാണ് കൂടുതലും. മതി, സ്കൂൾ ടൈമില് ഓണത്തിന്റെ ഏറ്റവും നമുക്ക് കടുക് ഇട്ടുകൊണ്ട് സംസാരിക്കാം. വലിയ വിശേഷം അല്ല, ഓർമ്മ എന്താ? എനിക്ക് കടുക് കുറച്ച് ഇഷ്ടമാണ്, നീ കഴിക്കണ്ട. സ്കൂൾ ടൈമില് ഓണം എന്നൊക്കെ എടുത്തു പറയാൻ വേണ്ടിട്ട് അങ്ങനെ ഓർമ്മ തോന്നുന്നു. പക്ഷെ നമ്മള് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഇത്രയും വർഷം എല്ലാ പ്രാവശ്യവും സ്കൂൾ ടൈമിൽ ഒരു ഓണം ഉണ്ടാവുമല്ലോ. പക്ഷെ കൊറോണ ടൈം ആയിരുന്നു, +2 ആയപ്പോഴായിരുന്നു ചക്കപ്പഴം സ്റ്റാർട്ട് ചെയ്തത്. ആ ടൈമിൽ കൊറോണ ടൈം ആയിരുന്നു. അതുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റിയില്ല, ഓണം ഉണ്ടായിരുന്നില്ല, ക്രിസ്മസ് ഉണ്ടായിരുന്നില്ല, ഫെയർവെൽ ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. ശരി, നമ്മുടെ കടുക് വറുത്തു. നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോരുത്. ഇതിപ്പോ കടുക് വറുത്തു. ഇനി കുറച്ച് വറ്റൽമുളക് ഇട്ട് കുറച്ച് കറിവേപ്പില ആയിട്ടോ. ചടപടാ പേടിപ്പിക്കോ കൊല്ലി പെണ്ണ്. ഇവളെ വിശ്വസിച്ച് അതിന്റെ മൂട്ടിലോട്ട് നോക്കി നിന്ന എന്നെ പറഞ്ഞാ മതി. മണം വരും. ഇനി നീ എവിടെ പഠിച്ചെന്നാ പറഞ്ഞ? അല്ല,
സാറുമാർ എനിക്കൊന്ന് കാണണം പ്രശ്നമാണ്, കറിവേപ്പിലയിൽ വെള്ളം ഉണ്ടായിരുന്നു. അല്ലാതെ എടുത്തിട്ടവര് നോക്കരുത് അതിൽ വെള്ളം ഉണ്ടോ ഒന്ന് നോക്കണം, പതുക്കെ ഇടണോന്ന് പറയാൻ. ആ ഉള്ളി എടുത്തില്ല, ഇനി അതെന്നെ മാറണം. ഉള്ളി ഇടുവെണ്ണേ അരിയുന്നത്. ആ ഇട് പേടിത്തൊണ്ടിയാ, അത് പൊട്ടി എന്റെ മുഖത്താ വീണ, എന്നിട്ട് ഞാൻ പേടിത്തൊണ്ടിയാ പോലും. കഴിഞ്ഞാ എന്നാ വിടുപ്പോ. ശരി, ഇനിയിപ്പൊ ഉള്ളി കുറച്ചൊന്ന് വഴങ്ങണം. കുറച്ചു മുമ്പ് ഇപ്പൊ എന്റെ മുഖം മറ്റേ പൊള്ളി കൂടുന്നേനെ. പെണ്ണിനെ കൊണ്ട് അതാ മതി, സൗന്ദര്യം നീ അങ്ങ് സംഭരിച്ചാ മതി, എനിക്ക് വേണ്ട. ശരി, അപ്പൊ കുറച്ച് കഴിയട്ടെ, അതൊന്ന് വഴണ്ടോട്ടെ. അപ്പൊ സ്കൂളില് ആദ്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് സ്കൂളില് സെറ്റ് മുണ്ടും ഓണത്തിന് എടുത്തോണ്ട് പോയത്. നമുക്കൊരു ഏജ് കഴിയുമ്പോഴല്ലേ അത് വീട്ടിൽ നിന്നൊക്കെ സമ്മതിക്കത്തുള്ളൂ. അതുപോലെ സാരി ആദ്യമായിട്ട് ഉടുത്തു പോയ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എത്ര ആമ്പിള്ളേരെ കമന്റ് അടിച്ചു? സാരി ആദ്യമായിട്ട് ഉടുത്തത് കോളേജിൽ പഠിക്കുമ്പോഴാ. ഓണത്തിന് +2-ലായിരുന്നു ഈ നമ്മുടെ ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, മറ്റേ റാംബോ ഒക്കെ. അതൊക്കെ ചെറുപ്പം മുതലേ കണ്ട് നമ്മൾ കൊതിച്ചിരിക്കും, എന്തെങ്കിലും +2 ആയാ മതി എന്നുള്ളൊരിത്. കൊറോണ കൊണ്ടുപോയി. അതും കൊണ്ടുപോയി. അത് ശരിക്കും ഇവള് +2 മാത്രമേ എനിക്ക് തോന്നുന്നു സ്കൂളിൽ ജീവിച്ചിട്ടുള്ളൂ. അതിനകത്ത് മെയിൻ ആയിട്ടുള്ളതെല്ലാം കൊറോണ കൊണ്ടുപോയി, കുറച്ച് ചക്കപ്പഴം കൊണ്ടുപോയി. എന്തെങ്കിലും ഉണ്ടോ നിനക്ക് പറയാനുള്ളത് സ്കൂളിലെ ഓർമ്മ? സ്കൂളിലെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അങ്ങനെ പറയാൻ. നല്ല എല്ലാവർക്കും ഉള്ളത് തന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇനി കുറച്ച് പച്ചമുളക് ഇടും, നമ്മുടെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. അത് ഇടാനുള്ളതാ വെച്ചിരിക്കുന്നത്, ഫുള്ളിട്ടോ. എരിവ് കൂടുതലായിരിക്കും. നിനക്കല്ലേ തരുന്നത്, അതുകൊണ്ടാണ്. ഞാൻ കഴിക്കില്ല. ആകെ അത് 2 എണ്ണേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ കഴിയുമ്പോ നമുക്ക് ഇതിനകത്തോട്ട് പുളിവെള്ളം ഒഴിക്കാം. ഇത് ഞെരടാൻ അറിയാമോ? അതന്നെ നമ്മളോട് ഇത് തന്നെയല്ലേ ഞാൻ പറയുന്നത്. ആ ഞെരടിക്കോ, അത് ഞെരടി അത് മൊത്തം ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മളുടെ അരപ്പിന്റെ അനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചാൽ മതി. കുറച്ച് ഒഴിച്ചാൽ മതി, കുറച്ച്. മതി നിർത്തിക്കോ. അപ്പൊ നമ്മൾ കുറച്ച് പുളിവെള്ളം നമ്മൾ നേരത്തെ തുടങ്ങിയപ്പോഴേ ചൂടുവെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞെരടി കുറച്ചൊഴിച്ചു. ഇനി കുറച്ചു നേരം ഇത് തിളപ്പിക്കാം. ഈ ഷെഫായിട്ട് പഠിച്ചപ്പം അല്ല, ഹോം സയൻസ് പഠിച്ചപ്പോഴത്തേക്കും അതിനകത്ത് നിനക്ക് ഉണ്ടാക്കിയതിൽ ഏറ്റവും നന്നായി വന്ന ഇഷ്ടമുള്ള റെസിപ്പി എന്താണ്? മറ്റേ നമ്മുടെ പ്രഥമനില്ലേ, അടപ്രഥമനം. എനിക്ക് അപ്രിസിയേഷൻ കിട്ടിയ. അടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കണേ? എനിക്കറിയില്ല അടപ്രഥമൻ ഉണ്ടാക്കാൻ. അയ്യോ, തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്നൊന്നും പറയില്ല. തെറ്റിപ്പോയി കഴിഞ്ഞാൽ എല്ലാരും ക്ഷമിക്കേണ്ടതാണ്. കുട്ടിക്ക് അന്ന് അപ്രിസിയേഷൻ കിട്ടിയത് തിരിച്ചെടുക്കരുത്. അടപ്രഥമനില് നമ്മുടെ ഈ ശർക്കര പാനി, ഇത് സിറപ്പ് നമ്മള് ശർക്കര പാനി ഉണ്ടാക്കണം. പിന്നെ അത്യാവശ്യം ആവശ്യമുള്ള മറ്റേ മിൽക്ക് മെയ്ഡും അങ്ങനത്തെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. നോർമലി ഉണ്ടാക്കുന്ന പ്രഥമൻ അവർ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രഥമനൊക്കെ നീ അത് കൊടുത്തിട്ടാണോ അപ്രിസിയേഷൻ വാങ്ങിച്ചേ? അല്ല, പ്രഥമൻ ഇൻ ദ സെൻസ് ഇത് മറ്റേ സാധനം, മറ്റേ ഇത് പ്രഥമനല്ല, അതിനെന്താ പറയാ? ഇവളുടെ കൂടി ഞാനും മറന്നുപോയെന്നു. അപ്പൊ അട ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത്, പിന്നെ മറ്റേ ഇതുണ്ടായിരുന്നു പരിപ്പോ അടപ്രഥമനകത്ത്. ഞാൻ ഏതായിരുന്നു ഉണ്ടാക്കിയത്? ഈശ്വരാ, എന്റെ ദൈവമേ. എല്ലാം കൂടി ഇട്ട് സെറ്റ് ആക്കി. സൂപ്പർ ആയിരുന്നു. എന്തായാലും സൂപ്പർ ആയിരുന്നു. എന്താണ് ഭാവി പരിപാടി? എന്താ വർക്ക് ചെയ്യാനായിട്ടാണോ? ഏത് ഫീൽഡിലേക്ക് പോകാനാണ് താല്പര്യം? എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഏത് ഫീൽഡ് ഇഷ്ടമാണ്. ഞാനിപ്പോ ഇവന്റ് മാനേജ്മെന്റ് ചെയ്തായിരുന്നു. ഇനി ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ വീട്ടിൽ ഇരിക്കാണ്. തൽക്കാലത്തേക്ക് വീട്ടിൽ തന്നെ ഇരിക്കാണ്. അപ്പൊ നോക്കുന്നുണ്ട്, ജോലിയൊക്കെ നോക്കുന്നുണ്ട്. അത് തന്നെടാ, ഏത് മേഖലയിലോട്ടാണ്? ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് ചെയ്തു, നീ പഠിച്ചത് വെച്ചിട്ട് നിനക്ക് എന്ത് പണിയും ചെയ്യാമായിരുന്നു. ഇപ്പൊ എനിക്ക് കേട്ടതനുസരിച്ച് നിനക്ക് ബെഡ് എടുക്കുന്നത് എല്ലാ പണിയും ചെയ്യാം. അപ്പം ഇവന്റ് മാനേജ്മെന്റ് ഓൾറെഡി ട്രൈ ചെയ്തു. വേറെ എന്തെങ്കിലും സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് ചോദിക്കുന്നത്. ഒരിടത്തെ ഉറച്ചു നിൽക്കാറില്ല, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഷെഫായിട്ട് എന്താ നീ പോവാഞ്ഞത്? ഒരു അസിസ്റ്റന്റ് ഷെഫൊക്കെ ആയിട്ട് എന്തേ? ശരി, അടപ്രഥമനകത്ത് പരിപ്പുള്ളവരൊക്കെ ഷെഫായാൽ
ഇല്ല, ഞാൻ ഈ ഷെഫായിട്ട് ഇത് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, എളുപ്പപ്പണിയല്ല. ഇന്റേൺഷിപ്പ് കഴിഞ്ഞതോടെ എനിക്ക് മതിയായി. അതെ, കറക്റ്റ്. ഇവള് ഇന്റേൺഷിപ്പ് എടുത്തത് എവിടെയായിരുന്നു? ഇവിടെ അല്ലേ, എറണാകുളത്തല്ലേ? മാരിയറ്റിലാണ് എടുത്തത്. ആശാട്ടി വിചാരിച്ചു മാരിയറ്റിൽ പോയി ഇങ്ങനെ സുഖമായിട്ടിരിക്കാൻ വേണ്ടിട്ടാണ്. ഓൾറെഡി എനിക്ക് ഇതിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ സീനിയേഴ്സിന്റെ കിട്ടിയായിരുന്നു. ഏത് 5 സ്റ്റാർ ഹോട്ടലാണെങ്കിലും ഏത് നല്ല ഹോട്ടലാണെങ്കിലും എല്ലാവർക്കും ഒരേ പണിയാണ്. എടി പിന്നെ പണി എടുക്കണം, വെറുതെ തരുമോ അവര് കാശ്? നമുക്കേ അരപ്പിടാം. നമ്മള് നേരത്തെ വഴറ്റിയില്ലേ, അത് അരച്ചു വെച്ചതാണ് അരപ്പ് വരുന്നത്. അത് ഇതിന്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇത് നല്ല തിക്കായിട്ട് വരും. ഇനി ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ അറിയില്ലാന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ തന്നെ വീണ്ടും എടുത്ത് നോക്കിയിട്ട് ഇതുണ്ടാക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ കലക്കി ഒഴിക്കുകയാണ്. കാരണം കുറുകും. അപ്പം നമുക്ക് ആ സാധനം മൊത്തം തേങ്ങയാണ്, വേസ്റ്റാക്കി കളയണ്ട എന്നുള്ളത് കൊണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു ഇൻഗ്രീഡിയന്റ് ഇട്ടില്ല. എന്താണെന്നെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നിനക്ക്? ഇത്രയും നേരം ഞങ്ങൾ ഒരുമിച്ചാണ് പാചകം ചെയ്തത്. ഇടയ്ക്ക് എന്നെ സഹായിക്കാൻ വന്ന സഹായിയാണ്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു ഇൻഗ്രീഡിയന്റ് ഇട്ടിട്ടില്ല. തല മൊത്തം മുക്കി നോക്കിയിട്ടുണ്ട് അതിനകത്ത്. മഞ്ഞപ്പൊടി ഓക്കെ, ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഇടാത്തത്, ഉപ്പ്. കൈയടിക്കൂ സുഹൃത്തുക്കളെ പ്ലീസ്. ബ്രാവോ. ലക്ഷ്മി കൃഷ്ണ അത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിന്. ഉപ്പ് ആവശ്യത്തിന്, എനിക്ക് ആവശ്യത്തിന്. ഈ ഉപ്പിന് ഉപ്പ് കുറവാ. മറ്റേ ഇത് വാങ്ങൂ, ഇന്ദുപ്പ് വാങ്ങൂ. അതൊക്കെ അറിയാം, കുട്ടിക്ക് ഉപ്പിന്റെ പേരൊക്കെ അറിയാം, ചിക്കണ്ട. ഓക്കെ, നമ്മളുടെ ഉള്ളിത്തീയല് ഏകദേശം റെഡി ആയിട്ടുണ്ട്. വിശേഷങ്ങൾ ഏകദേശം കഴിഞ്ഞ് എന്റെ തൊണ്ട വരെ പോയി പെണ്ണിനോട് അലച്ചലച്ച്. ഇതാണ് നമ്മൾ പറയുന്നത്, ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോൾ നമുക്ക് അറിയാവുന്നവരെ വിളിക്കുകയും ചെയ്യരുതെന്ന്. കാരണം എന്താ പറയോ, അടിയാണ് അവിടെ നടക്കുന്നത്. അതെ അതെ. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മുടെ ഉള്ളിത്തീയൽ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നല്ല മണക്കെ എനിക്ക് വരുന്നുണ്ട്, ഇവക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത്. ഒരു ഗാർണിഷ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം, എന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ തരാം. ഇപ്പോഴേ ടേസ്റ്റ് ചെയ്യണമായിരിക്കും. ഇല്ല, അത് ഞാൻ സമയമാകുമ്പോ ചോറൊക്കെ കൂട്ടി കഴിക്കണം. ചോറ് കൊടുക്കാനില്ല. ഇപ്പൊ തൽക്കാലം ഉള്ളിത്തീയൽ ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പാക്ക് ചെയ്ത് നമുക്ക് വീട്ടിൽ കൊടുത്തു വിടാം. അപ്പോ നമ്മളുടെ ഡിഷ് എങ്ങനെയൊക്കെയോ ആയിരിക്കുകയാണ്. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ എടുത്തോളാം. എന്നാ ഞാൻ ഇതൊന്ന് പൊക്കിയെങ്കിലും പിടിക്കട്ടെ, ഇത് കാണണ്ട ആൾക്കാർക്ക്. ഇതാണ് നമ്മുടെ ഉള്ളിത്തീയൽ. കുട്ടിക്ക് കുറച്ച് ആക്രാന്തം കൊള്ളാം. ചൂടുണ്ട്, പൊള്ളരുത്. ചൂടുണ്ട്, അതല്ലേ ഞാനും പറഞ്ഞേ. അയ്യേ, നമ്മള് ഹോട്ടായിട്ട് ഇപ്പൊ സെർവ് ചെയ്ത ഡിഷാ. അടിപൊളിയാണ്. പക്ഷെ ഇത് ഒരുപാട് നമുക്ക് കഴിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ചോറോ അല്ലെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടെങ്കിൽ ഗോതമ്പ് ദോശയുടെ കൂടെ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു സദ്യക്ക് നമുക്ക് ഒരു ഐറ്റം ഇത് വെച്ചാൽ നല്ല സൂപ്പർ ആയിരിക്കും. ചോറ് കഴിക്കാൻ വേണ്ടിട്ട് സൂപ്പറായിരിക്കും. അപ്പം ഇതാണ് ഉള്ളിത്തീയലാണ് ഇന്നത്തെ നമ്മളുടെ വിഭവം. എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ ഒരു അരപ്പ് തന്നെയാണ് നമ്മൾ എല്ലാ തീയലിനും യൂസ് ചെയ്യുന്നത്. ഉള്ളിത്തീയൽ എന്ന് പറയുമ്പോൾ ഒരു വെജിറ്റേറിയൻസിന് യൂസ് ചെയ്യാം. മറ്റേ കൊഞ്ചു തീയൽ, ഇതിനെല്ലാം ഈ അരപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെജിറ്റേറിയൻസിന് പറ്റുന്ന ഒരു പക്കായിട്ടുള്ള ഒരു ഓണം ഡിഷാണ് ഉള്ളിത്തീയൽ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. ചിലപ്പൻ ബൈ. Jewelry courtesy for Shruti Rajinikanth, Golden Cup Rental Jewelry.